ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പം ഞാനിന്ന് മീൻകറി ആയിട്ടോ വന്നിരിക്കുന്നത്. അടിപൊളിയാണ്, പിന്നെ സിമ്പിളാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മീൻ മേടിക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം എനിക്ക് ചൂരമീനാട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് 1/2 കിലോ മീനാണ്. അപ്പം ഞാനിത് വൃത്തിയാക്കി നല്ല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏത് മീനും എടുക്കാം കേട്ടോ. എനിക്കിത് കിട്ടിയപ്പോൾ ഞാൻ ഇത് എടുത്തതെന്നുള്ളൂ. ഏത് മീൻ കൊണ്ടും നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഈ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക, അല്ലെങ്കിൽ കുടംപുളി ഇട്ട് വെക്കാം കേട്ടോ. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് പിന്നെ വലിയ ഉള്ളി കട്ട് ചെയ്യുക കേട്ടോ. വലിയ ഉള്ളി 2 കഷ്ണാക്കിയിട്ട് മിക്സിയിൽ ഇട്ടാലും മതി. എനിക്കൊരു ഇതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടിപൊളിയാണ് പറഞ്ഞാൽ അടിപൊളിയാണ് ഈ കറി കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ 2 മീഡിയം സൈസ് ഒരു തക്കാളി എടുക്കുക കേട്ടോ. തക്കാളി എടുക്കുമ്പോൾ കൂടുതൽ എടുത്താൽ ടേസ്റ്റ് കൂടുകയേ ചെയ്യുള്ളൂ കേട്ടോ, കുറയില്ല കേട്ടോ. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഈ ഉള്ളിയും തക്കാളിയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് അരച്ചെടുത്തിട്ടാട്ടോ കറി ഉണ്ടാക്കുന്നത്. നമ്മൾ കട്ട് ചെയ്യുന്ന മറ്റേ ചെറിയ ഉള്ളി അരിയണം, അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടല്ലോ. അതൊന്നുമില്ല കേട്ടോ, മിക്സിയിലിട്ട് അരച്ചെടുക്കാനാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ ഒരാഴ്ചയ്ക്ക് ഫ്രിഡ്ജിൽ തൊലി കളഞ്ഞെടുത്ത് വെക്കലാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പണിയൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു, പിന്നെ ഒരു പച്ചമുളകും പിന്നെ ഇഞ്ചി ഇട്ടോ. ഇഞ്ചിയുടെ ഒരു ചെറിയ പീസും കൂടി ഇട്ടിട്ട് നന്നായി പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ അരച്ചെടുക്കുക കേട്ടോ. ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിക്കുക. ഏത് എണ്ണ ഒഴിക്കുക കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിങ്ങനെ കുറച്ചൊന്ന് ചൂടാക്കി എടുക്കുമ്പോഴേക്കും പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ മിക്സിയിൽ അരച്ച് വെച്ചതില്ലേ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ പച്ചപ്പൊന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എനിക്ക് ഈ റെസിപ്പി കിട്ടിയത് എൻ്റെ സിസ്റ്റർ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ പോയപ്പോൾ ഒരു ദിവസം അവർ മീൻകറി വെക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ഇങ്ങനെയും വെക്കുമോ ചോദിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് എണ്ണയിലിട്ട് പല ടൈപ്പിലും നമ്മൾ മീൻകറി വെക്കും, ശരിയാണ്. പക്ഷേ അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കണ്ടിട്ടാട്ടോ ഞാനിത് പഠിച്ചത്. അപ്പോൾ ഇത് വെച്ച് നോക്കിയപ്പോൾ പിന്നെ സിമ്പിൾ. അപ്പോൾ ഞാൻ അധികം ഇങ്ങനെയാണ് വെക്കാറ് കേട്ടോ. നമ്മളിത് പച്ചപ്പൊക്കെ മാറി ഇതിൽ എണ്ണ ചെറുതായി തെളിഞ്ഞ് വരുന്നുണ്ടല്ലോ, അപ്പോഴാണ് ഇതിലോട്ട് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 സ്പൂണ് മുളക് പൊടിയും അതുപോലെ 2 സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി മൂപ്പിക്കുക കേട്ടോ. ഏത് മീനും എടുക്കാം കേട്ടോ. ഏത് മീനായാലും കുഴപ്പമില്ല. ഓരോന്നിൻ്റെ മീനിന് ടേസ്റ്റിനനുസരിച്ചിട്ടായിട്ടോ. കറിയുടെ ടേസ്റ്റ് ചെറുതായിട്ട് ചിലപ്പോൾ വ്യത്യാസമായിട്ട് വരും. എന്നിട്ട് ഇത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ പച്ചപ്പൊക്കെ പോയതിന് ശേഷം അതിലോട്ട് നമുക്ക് പുളിവെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പുളിയും കൂടിയിട്ടാട്ടോ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് കറിയൊക്കെ ആയതിന് ശേഷം വേണമെങ്കിൽ പുളി എടുത്ത് കളഞ്ഞാൽ മതി. ഞാൻ അധികം കറികളിൽ ഇങ്ങനെ പുളി ഇട്ട് കൊടുക്കാറ് തന്നെ കേട്ടോ ചെയ്യാറ്. ഇനി നന്നായി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. മീനിനെ അനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കണ്ടേ. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായി തിളപ്പിക്കുക കേട്ടോ. ഞാനിതൊരു ദിവസം വീട്ടിലുണ്ടാക്കിയപ്പോൾ പറഞ്ഞ്, ഇത് കറിയിലെന്താ തേങ്ങ അരച്ചിട്ടില്ല, പിന്നെ ഇങ്ങനെ കറി കട്ടിയായിരിക്കുന്നേ ചോദിച്ചിട്ടോ. ഒന്ന് ചൂടാറിക്കതിന് ശേഷം കറി നല്ല കട്ടിയായിട്ടുണ്ടാവും കേട്ടോ. നല്ലൊരു ടേസ്റ്റുമാണ്, നല്ല കട്ടിയിലാവും കേട്ടോ കറി. എനിക്ക് പിന്നെ പൊതുവേ കട്ടിയുള്ള കറിയാണ് കേട്ടോ. എന്ത് കറിയാണെങ്കിലും കട്ടിയായിട്ടാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലോട്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി
മറിച്ച് പിന്നെ അടച്ച് വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കട്ടോ. മീൻ വേവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടോ ഇത്. ചുമ്മാ നമുക്കതൊന്ന് മിക്സിയിൽ അരച്ചു കൊടുക്കുക, പിന്നെ എണ്ണ ഒഴിച്ചിട്ട് ഇതിട്ട് കൊടുക്കുക, തിളപ്പിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം മീൻ കറി എല്ലാം അടിപൊളിயாக റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിക്കുകയാണ്. ഇനി കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയൊക്കെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് നമ്മളെ മീൻ കറി കഴിക്കണം. അപ്പോൾ നല്ല ഒന്ന് കട്ടിയായി വന്നിട്ട് ആയിരിക്കും അതിൻ്റെ ടേസ്റ്റ്, പുളിയോ ഒക്കെ ഇറങ്ങി കഴിക്കാൻ ടേസ്റ്റ് കേട്ടോ. ഇനിയിപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ പോവുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു വട്ടയിലൊന്ന് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മീൻകറിയൊക്കെ കണ്ടപ്പോൾ കുറച്ച് ചോറൊക്കെ കഴിച്ചിട്ട് എനിക്കപ്പോൾ വേഗം വിശപ്പൊക്കെ വന്നപ്പോൾ ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്തിട്ടാ. എൻ്റെ ചോറൊക്കെ എടുത്ത് അതിൽ മീൻ പീസും പിന്നെ കുറച്ച് കറിയും ഒഴിച്ചിട്ട് കഴിച്ചിട്ടോ. അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ ഇടട്ടോ. പിന്നെ അതുപോലെ കുട്ടികൾക്കും ഞാൻ ചോറൊക്കെ കൊടുത്തു. അവർക്ക് പിന്നെ പൊതുവേ മീൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒന്നും കൂടി പിന്നെ മീൻ കറിയും കൂടെ ആകുമ്പോൾ ഞാൻ അധികം വറക്കില്ല കേട്ടോ, മീൻ പൊരിക്കാറില്ല. ഞാൻ കറി വെച്ചാലാണ് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാകുക. അപ്പോൾ ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് മാത്രം പോരാ, എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ബട്ടണിലോടും കൊടുക്കണം കേട്ടോ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.